നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കടക്കെണിയിലകപ്പെട്ട് നട്ടം തിരിയുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട്. പൊങ്ങച്ചം കാട്ടുന്നതിനു വേണ്ടി കടം വാങ്ങി വലിയ വീട് പണിതുകൊണ്ടോ ആഡംബര വാഹനം വാങ്ങിയതുകൊണ്ടോ മാത്രമാകണമെന്നില്ല ഈ കടക്കെണി. അപ്രതീക്ഷിതമായി ഉണ്ടായ ചികിത്സാ ചിലവുകൾ, വിദ്യാഭ്യാസ ലോൺ, ഉയർന്ന വീട്ടുവാടക, അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം ഇവയൊക്കെ ഈ കടബാധ്യതയ്ക്ക് കാരണമായിട്ടുണ്ടാകാം. കാരണം എന്തു തന്നെയായാലും ഈ കടക്കെണിയിൽ നിന്നും പുറത്ത് കിടക്കണമെന്ന് നാം എല്ലാവരും ആഗ്രഹിക്കുമല്ലോ. അങ്ങനെയുള്ളവർക്ക് തികച്ചും പ്രായോഗികമായ ഒരു രീതി പരിചയപ്പെടുത്തുന്നു വ്യക്തിഗത ധനകാര്യ വിദഗ്ധൻ കൂടിയായ അമേരിക്കൻ എഴുത്തുകാരൻ ഡേവ് റാംസി ദ ടോട്ടൽ മണി മേക്ക് ഓവർ എന്ന ഈ പുസ്തകത്തിൽ. നിരവധി ആളുകൾ ഫലപ്രദമെന്ന് സാക്ഷ്യപ്പെടുത്തിയ ഈ രീതി ഡെറ്റ് സ്നോബോൾ മെത്തേഡ് എന്നറിയപ്പെടുന്നു. ഈ രീതി ജനകീയമാക്കിയത് ഡേവ് റാംസിയാണ്. സാമ്പത്തിക ബാധ്യത മൂലം ബുദ്ധിമുട്ടുന്ന ഒരുവനാണ് നിങ്ങളുമെങ്കിൽ നിങ്ങൾക്കും ഈ രീതി പരീക്ഷിക്കാവുന്നതാണ്. ഈ രീതി നടപ്പിലാക്കുന്നതിന് ആദ്യമായി ചെയ്യേണ്ട നിങ്ങളുടെ ഏറ്റവും ചെറിയ കടത്തിൽ തുടങ്ങി ഏറ്റവും വലിയ കടത്തിൽ അവസാനിക്കുന്ന രീതിയിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും എടുത്ത വായ്പകൾക്ക് പുറമെ പരിചയക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ വാങ്ങിയ വായ്പകളും ക്രെഡിറ്റ് കാർഡിൻ്റെ തിരിച്ചടവുകളുമൊക്കെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹൗസിംഗ് ലോണിൻ്റെ EMI ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തരുത്. അതിന് കാരണം ഈ ഹൗസിംഗ് ലോണിൻ്റെ എമൗണ്ടും വളരെ വലുതായിരിക്കും, അതോടൊപ്പം തന്നെ അത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വായ്പയും ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ഈ ലിസ്റ്റിലുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കുന്ന രീതിയാണ്. ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ കടമൊഴികെയുള്ള മറ്റ് കടങ്ങളുടെ എല്ലാം മിനിമം തുക തിരിച്ചടയ്ക്കുക എന്നതാണ്. അതിനുശേഷം എത്രമാത്രം തുക നിങ്ങൾക്ക് കൂടുതലായി അടയ്ക്കാൻ കഴിയുമോ അത്രമാത്രം തുക നിങ്ങൾ ഒന്നാമത്തെ, അതായത് ഏറ്റവും ചെറിയ കടത്തിൻ്റെ തിരിച്ചടവിനായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ രീതിയിൽ നിങ്ങളുടെ ഈ കടം പൂർണ്ണമായും തീരുന്നതുവരെ തുടർന്നുകൊണ്ടേയിരിക്കുക. അതിനുശേഷം അടുത്ത ഏറ്റവും ചെറിയ തുകയ്ക്കുള്ള കടം തിരിച്ചടയ്ക്കുന്നതിനായി ഈ രീതി തന്നെ ഉപയോഗിക്കുക. ഒന്നാമത്തെ കടം പൂർണ്ണമായും തിരിച്ചടച്ചു കഴിഞ്ഞതിനാൽ ഈ കടത്തിൻ്റെ തിരിച്ചടവിനായി ഉപയോഗിക്കേണ്ടിയിരുന്ന തുക കൂടി ചേർത്ത് നമുക്ക് രണ്ടാമത്തെ കടത്തിൻ്റെ തിരിച്ചടവിനായി ഉപയോഗിക്കാൻ കഴിയും. അതിനാൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും കുറച്ചുകൂടി വേഗത്തിൽ ആ കടവും തീരും. ഇങ്ങനെ നിങ്ങൾ പൂർണ്ണമായും കടബാധ്യതയിൽ നിന്നും മോചിതനാകും വരെ തുടരുക. ഈ രീതി ഒന്നുകൂടി വ്യക്തമാക്കാം. നിങ്ങളുടെ ലിസ്റ്റിൽ ആകെ 7 കടങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് സങ്കല്പിക്കുക. ഒന്നാമത്തെ കടം, അതായത് ഏറ്റവും ചെറിയ കടം തിരിച്ചടച്ചതിന് ശേഷം ആ കടത്തിൻ്റെ തിരിച്ചടവിന് ഉപയോഗിക്കേണ്ടിയിരുന്ന തുക കൂടി ചേർത്ത് അടുത്ത ഏറ്റവും ചെറിയ കടം, അതായത് രണ്ടാമത്തെ കടം തിരിച്ചടവിനായി ഉപയോഗിക്കുക. ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും കടവും തിരിച്ചടച്ചതിന് ശേഷം മൂന്നാമത്തെ കടത്തിലേക്ക് കിടക്കുക. ഒന്നാമത്തെയും രണ്ടാമത്തെയും കടത്തിൻ്റെ തിരിച്ചടവുകൾക്ക് ഉപയോഗിക്കേണ്ടിയിരുന്ന തുക കൂടി ചേർത്ത് മൂന്നാമത്തെ കടം തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്നതിനാൽ തിരിച്ചടവിൻ്റെ തുക ഗണ്യമായി വർദ്ധിക്കും. അതിനാൽ മൂന്നാമത്തെ കടവും താരതമ്യേന വേഗത്തിൽ തന്നെ പൂർണ്ണമായും തിരിച്ചടയ്ക്കാൻ കഴിയും. അങ്ങനെ നിങ്ങളുടെ ഈ 7ാമത്തെ കടവും പൂർണ്ണമായി തീരുന്നതുവരെ ഇതേ പ്രക്രിയ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഏറ്റവും ചെറിയ കടത്തിനൊഴികെ ഉള്ള മറ്റ് കടങ്ങൾക്കെല്ലാം മിനിമം തുക മാത്രം തിരിച്ചടയ്ക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹൗസിംഗ് ലോണിൻ്റെ EMI ഉണ്ടെങ്കിൽ അത് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഈ രീതി ഉപയോഗിച്ച് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലോണും കാർ ലോണുമൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ തിരിച്ചടയ്ക്കാൻ കഴിയും. ഓരോ കടം വീടുന്തോറും അടുത്ത കടത്തിന് തിരിച്ചടയ്ക്കാൻ കഴിയുന്ന തുകയും ഗണ്യമായി വർദ്ധിക്കും. ലിസ്റ്റിൻ്റെ താഴേക്ക് ചെല്ലുന്തോറും നിങ്ങളുടെ കടങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ നേരത്തെ തന്നെ തിരിച്ചടച്ച് തീർക്കാൻ കഴിയും. അങ്ങനെ നിങ്ങളുടെ വിദ്യാഭ്യാസ ലോണും കാർ ലോണുമൊക്കെ കാലാവധിക്ക് മുമ്പ് തന്നെ തിരിച്ചടച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കടക്കെണിയിൽ നിന്നും പുറത്ത് കടക്കാൻ കഴിയും. ഈ അവസരത്തിൽ ന്യായമായൊരു സംശയം നിങ്ങളിൽ ചിലരുടെയെങ്കിലും മനസ്സിൽ ഉടലെടുത്തേക്കാം. ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തുകയ്ക്കുള്ള ലോണിനേക്കാൾ മുൻഗണന കൊടുക്കേണ്ടത് പലിശ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ലോണുകൾക്കല്ലേ എന്ന സംശയമാണത്. എന്നാൽ ഡേവ് റാംസി ഇതിനോട് ശക്തമായി വിയോജിക്കുന്നു. അദ്ദേഹം പറയുന്നു, പലിശ നിരക്ക് 25%, 30%, 35% ആയിക്കൊള്ളട്ടെ, ഏറ്റവും കുറഞ്ഞ തുകയ്ക്കുള്ള ലോണിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന്. മനഃശാസ്ത്രപരമായ ഒരു കാരണമാണ് അദ്ദേഹം അതിന് പറയുന്നത്. ഒരു ലോൺ അത് എത്ര ചെറുതുമായിക്കൊള്ളട്ടെ, പൂർണ്ണമായും തിരിച്ചടച്ച് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് നൽകുന്ന മാനസിക സംതൃപ്തിയാണത്. 1-2 ചെറിയ കടങ്ങൾ വീട്ടുന്നത് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ലായിരിക്കും. എങ്കിലും അത് നിങ്ങളെ ആവേശഭരിതരാക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തുടർന്നുകൊണ്ട് പോകുവാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ചെറുതിൽ നിന്നും വലുതിലേക്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ചില നേട്ടങ്ങൾ അത് നിങ്ങൾക്കുണ്ടാകും. തുടക്കത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന്, ഭക്ഷണം നിയന്ത്രിച്ച് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ അമിത ഭാരം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക. ആദ്യ ആഴ്ചയിൽ തന്നെ പ്രകടമായ മാറ്റമുണ്ടാകുന്നെങ്കിൽ നിങ്ങൾ ആ ഭക്ഷണക്രമം തുടർന്നു പോകും. മറിച്ച്
6 ആഴ്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നില്ല എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഭാരം കൂടുന്നു എന്നിരിക്കട്ടെ, നിങ്ങൾ ആ ഭക്ഷണക്രമം തുടർന്നു പോകില്ല. കണക്കിനേക്കാൾ നിങ്ങളുടെ പെരുമാറ്റ രീതിയുടെ ഗുണപരമായ മാറ്റം ഇവിടെ സ്വാധീനം ചെലുത്തുന്നു. ഇനി മറ്റൊരു ഉദാഹരണം. ഏത് കമ്പനിയുമായിക്കൊള്ളട്ടെ, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ജോലിക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ 1-2 ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറയാറുണ്ട്. കാരണം അത് അവരെ ആവേശഭരിതരാക്കും, അവർ ചെയ്യുന്ന ജോലി തുടർന്നു കൊണ്ടുപോകാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുപോലെ ഡെറ്റ് സ്നോബോൾ മെത്തേഡ് അവലംബിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ചെറുതെങ്കിലും 1-2 കടങ്ങൾ വീട്ടി തീർക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങളെ ആവേശഭരിതരാക്കും. നിങ്ങളെ ആവേശഭരിതരാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. വിദ്യാസമ്പന്നരെന്നോ അല്ലാത്തവരെന്നോ ഉള്ള വ്യത്യാസം ഇക്കാര്യത്തിലില്ല. ഇനി ഉടലെടുത്തേക്കാവുന്ന മറ്റൊരു പ്രശ്നം, നിങ്ങൾ ബജറ്റ് തയ്യാറാക്കുമ്പോൾ ലിസ്റ്റിലുള്ള എല്ലാ കടങ്ങളുടെയും മിനിമം പേയ്മെൻറ്റിനുള്ള തുക കഷ്ടിച്ചു മാത്രം തികയുകയും ഏറ്റവും ചെറിയ കടത്തിൻ്റെ തിരിച്ചടവിനായി കൂടുതൽ പണം കണ്ടെത്താൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യമാണത്. ഒരു ഉദാഹരണത്തിലൂടെ ഡേവ് റാംസി ഈ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുന്നു. പണ്ടുകാലത്ത് തടിക്കച്ചവടക്കാർ കുന്നിൻ മുകളിലുള്ള വനത്തിൽ വെട്ടിയിടുന്ന തടികൾ താഴേക്കൊഴുകുന്ന നദിയിലൂടെ ഒഴുക്കിവിട്ട് താഴ്വാരത്തിലുള്ള അറപ്പ് മില്ലുകളിൽ എത്തിച്ചിരുന്നു. ഇങ്ങനെ ഒഴുകി വരുന്ന തടികൾ ചില സമയങ്ങളിൽ നദിയുടെ വളവുകളിൽ തങ്ങി നിന്ന് പിന്നാലെ വരുന്ന തടികളുടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യം ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. അത്തരം അവസരങ്ങളിൽ മരം വെട്ടുകാർ തന്നെ ഈ തടികളെ മുന്നോട്ട് തള്ളിവിട്ട് ഈ തടസ്സം നീക്കുമായിരുന്നു. എന്നാൽ ചില അവസരങ്ങളിൽ വലിയ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഇതിന് കഴിയാതെ വരുന്നു. അത്തരം അവസരങ്ങളിൽ അവർ കരയിൽ നിന്നുകൊണ്ട് ഈ തടിക്കഷ്ണങ്ങളുടെ ഇടയിലേക്ക് വലിയ സ്ഫോടക വസ്തുക്കൾ വലിച്ചെറിയും. ഉഗ്രശബ്ദത്തോടെ ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുമ്പോൾ ചില തടിക്കഷ്ണങ്ങളും ചിന്നിച്ചിതറി ആകാശത്തിലേക്ക് ഉയർന്ന് വീണ്ടും അത് നദിയിൽ പതിച്ച് ഒഴുകിപ്പോകും. വലിയ നഷ്ടം ഇതുമൂലം അവർക്കുണ്ടാകുന്നെങ്കിലും ബാക്കിയുള്ള തടികളുടെ മാർഗതടസ്സം നീക്കാൻ ഈ രീതിയിൽ അവർക്ക് കഴിഞ്ഞിരുന്നു. താൽക്കാലികമായി ഉണ്ടാകുന്ന ഈ നഷ്ടം അവർക്ക് പിന്നീട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഇത്തരമൊരു ത്യാഗം പണത്തിൻ്റെ ഒഴുക്ക് നിലനിർത്താനും ചിലപ്പോൾ വേണ്ടിവരും. ഡെറ്റ് സ്നോബോൾ മെത്തേഡ് നടപ്പാക്കുമ്പോൾ ഏറ്റവും ചെറിയ ലോണിൻ്റെ തിരിച്ചടവിനായി അധിക പണം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചിലതൊക്കെ നല്ലൊരു നാളേക്ക് വേണ്ടി താൽക്കാലികമായി ത്യജിക്കേണ്ടി വന്നേക്കാം. അത് നിങ്ങളുടെ കാറോ ബൈക്കോ അതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട മറ്റെന്തെങ്കിലുമൊക്കെ ആവാം. അത് വിറ്റ് കിട്ടുന്ന പണം നിങ്ങളുടെ ഏറ്റവും ചെറിയ തുകയ്ക്കുള്ള ലോണിൻ്റെ തിരിച്ചടവിനായി അധിക തുക കണ്ടെത്തുന്നതിനായി ഉപയോഗിക്കുക. ഈ കടം പൂർണ്ണമായും വീട്ടിയതിനു ശേഷം നിങ്ങൾക്ക് അവ വീണ്ടും വാങ്ങാമല്ലോ. ഭാവിയിലെ സന്തോഷത്തിനു വേണ്ടി ഇന്ന് നിങ്ങൾ ചെയ്യുന്ന താൽക്കാലികമായൊരു ത്യാഗമായി ഇതിനെ കണ്ടാൽ മതി. ഈ രീതി വിജയകരമായി നടപ്പാക്കുന്നതിന് സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത രീതിയിൽ തന്നെ പ്രകടമായ മാറ്റങ്ങളും വരുത്തേണ്ടി വന്നേക്കാം. വികാരമല്ല, വിവേകമായിരിക്കണം ഇത്തരം അവസരങ്ങളിൽ നിങ്ങളെ നയിക്കേണ്ടത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ പണം ചെലവാക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. നിങ്ങൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടാകാം എന്ന് കരുതി ഈ ആഗ്രഹങ്ങളെല്ലാം അത്യാവശ്യങ്ങളായി കരുതരുത്. നിങ്ങളുടെ പണം എങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അല്ലാതെ ഈ പണമെല്ലാം എങ്ങോട്ട് പോയി എന്നോർത്ത് നിങ്ങൾ ആശ്ചര്യപ്പെടുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ പ്രവർത്തികൾ മൂലം നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസപാത്രമാകുന്നെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ശരിയായ വഴിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഡേവ് റാംസി പറയുന്നു, നിങ്ങളുടെ സന്തോഷം നീട്ടിവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ലാതെ ജീവിച്ചാൽ നാളെ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന്. ഇനി ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന വാദമുന്നയിച്ച ഈ രീതിയുടെ പ്രായോഗികതയിൽ സംശയം ഉന്നയിക്കുന്നവരുടെ 2 വാക്ക്. കൃത്യമായ ലക്ഷ്യബോധവും തികഞ്ഞ നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ ഈ പശുവിനെ കൊണ്ട് പുല്ല് തീറ്റിക്കാൻ നിങ്ങൾക്കും കഴിയും. ഇനിയും നിങ്ങളുടെ സംശയം അവശേഷിക്കുന്നെങ്കിൽ ഡേവ് റാംസി ദ ടോട്ടൽ മണി മേക്ക് ഓവർ എന്ന ഈ പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപേക്ഷ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.